ഗോപൻ സ്വാമി. സമാധിയിലൂടെ വിവാദമായ അതിയന്നൂർ കാവുവിളാകത്ത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്തുതൊഴിലാളിയായി, പിന്നീട് ചുമട്ടുതൊഴിലാളിയുമായി. ആത്മീയതയുടെ വഴിയിലായതോടെയാണ് ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയത്. ഗോപൻ സ്വാമി സമാധിയിരിക്കാനായി 5 വർഷം മുൻപാണ് പത്മപീഠം നിർമ്മിച്ചത്. ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഉയരുമ്പോൾ ആരാണ് ഈ ഗോപൻ സ്വാമി എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നു. ഇതിനു മുൻപുള്ള അദ്ദേഹത്തിന്റെ ജീവിതവും മറ്റും തേടുകയാണ് ജനങ്ങൾ. പ്ലാവിളയിലായിരുന്നു ഗോപൻ സ്വാമിയും കുടുംബവും ആദ്യം താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് നെയ്ത്തു തൊഴിൽ ചെയ്തത്. പിന്നീട് ചുമട്ടു തൊഴിലാളിയുമായി. ഇവിടെ നിന്ന് പിന്നീട് ആറമ്മൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു. 20 വർഷത്തിനു മുൻപാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാക്കിയത്. പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിന് പുറത്തായി 5 വർഷം മുൻപ് സമാധിപീഠവും ഒരുക്കിയിരുന്നു. ഗോപൻ സ്വാമിയുടെ മൂത്തമകൻ നേരത്തെ മരിച്ചു. പിന്നെയുള്ള 2 ആൺമക്കളിൽ ഇളയവനായ രാജശേഖരൻ അച്ഛനോടൊപ്പം പൂജകളിൽ പങ്കാളിയായി. രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗോപൻ സ്വാമി തുടർന്നിരുന്നത്. ഏതാനും മാസങ്ങളായി ഗോപൻ സ്വാമി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലായിരുന്നു. സമാധിയാകുന്നതിന് 3 ദിവസം മുൻപ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയിരുന്നു. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധിയിരുത്തിയതെന്ന് മക്കൾ മാധ്യമങ്ങളോട് പറയുന്നു. ഗോപൻ സ്വാമിയുടെ മരണം ദുരൂഹമായി തുടരുന്നതിലെ പൊരുൾ എന്തെന്നുള്ള ആശങ്കയിലാണ് ഒരു നാട് മുഴുവൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.